രാധയും കൃഷ്ണനുമായിട്ടുള്ള ചെറിയൊരു പരിഭവകഥ. ഒരിക്കൽ കണ്ണൻ രാധയോട് ചോദിച്ചു, എന്താ രാധേ മുഖത്തൊരു പരിഭവം? രാധ പറഞ്ഞു, അത് കണ്ണൻ ക്ഷീണിക്കാതിരിക്കുവാൻ എന്റെ ക്ഷീണം എല്ലാം മറന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന വെണ്ണ പകുതി പോലും കഴിച്ചില്ലല്ലോ, അതാണ് എന്റെ പരിഭവം. അപ്പോ കണ്ണൻ പറഞ്ഞു, തിരക്കുകൾ കാരണം ഞാൻ വെണ്ണ കഴിക്കുവാൻ മറന്നതാണ് എന്റെ രാധേ. അപ്പോൾ രാധ പറഞ്ഞു, അല്ലേലും കണ്ണൻ അങ്ങനെയാണ്, എല്ലാവരെയും നോക്കി നോക്കി കണ്ണനെ തന്നെ നോക്കാറില്ലല്ലോ. കണ്ണൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെങ്ങനെ രാധയ്ക്ക് മനസ്സിലായി? അപ്പോൾ രാധ പറഞ്ഞു, കണ്ണനെ എപ്പോഴും നോക്കുന്ന രാധ മനസ്സിലാക്കിയത് കണ്ണൻ കണ്ണന്റെ കാര്യം നോക്കാറേ ഇല്ലെന്നാണ്. അപ്പോൾ കണ്ണൻ പറഞ്ഞു, രാധേ, എപ്പോഴും കണ്ണനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവരോടൊപ്പം ഞാൻ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം മറന്നുപോകും. രാധ പറഞ്ഞു, കണ്ണൻ നമ്മളിലെ പ്രണയഭാവമാണ് ഭുജിക്കുന്നതെന്നും അല്ലാതെ വെണ്ണയല്ലെന്നും രാധയ്ക്കറിയാം. അല്ലേ കണ്ണാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കണ്ണൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം രാധയ്ക്ക് അറിയാമെങ്കിലും നമ്മോടുള്ള അഗാധമായ പ്രേമമാണ് രാധയെ ഇത്തരത്തിൽ പരിഭവപ്പെടുത്തുന്നത്, അല്ലേ? രാധ ചിരിച്ചുകൊണ്ട്, അതേ കണ്ണാ. കണ്ണൻ വീണ്ടും പറഞ്ഞു, രാധയുടെ ഭയവും അഭയവും പരിഭവവും എല്ലാം കണ്ണൻ തന്നെയല്ലേ? രാധ, അതേ കണ്ണാ. കണ്ണാ കണ്ണാ, ഹരേ ഗുരുവായൂരപ്പ ശരണം ശരണം.